ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലും ബോർഡിംഗ് മദ്രസ ക്ലാസ്സുകളിലും 7ാം ക്ലാസ്സിലേക്കുള്ള മസായിലുൽ ഫിഖ്ഹിലെ പാഠഭാഗവും അതിൻ്റെ വർക്ക് ബുക്കുമാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാഠം. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസു അവ്വൽ. വ ഇൻ കുന്തും ജുനുബൻ ഫതഹറു. നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ ശുദ്ധീകരിക്കുക. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അപ്പോൾ പാഠഭാഗം വായിക്കുന്നതിന് മുമ്പ് നമുക്ക് പാഠത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ ഒരു കോളം ഉണ്ടാവും. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് പാഠം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ്, നമുക്കൊന്ന് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്ര കഴിഞ്ഞ് വരികയായിരുന്നു. മദീനയിലെത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. അതിനാൽ വാഹനങ്ങൾ ശരിപ്പെടുത്തുക, വസ്ത്രങ്ങൾ നന്നാക്കുക, ജനങ്ങൾക്കിടയിൽ നല്ല ശ്രദ്ധ പിടിച്ചു പറ്റുക. വൃത്തികേടും വൃത്തിയില്ലാതെ നടക്കുന്നതും അല്ലാഹു തആലക്ക് ഇഷ്ടമല്ല. ശുദ്ധി ഈമാനിൻ്റെ ഭാഗമാണ്. അല്ലാഹു തആല ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ ശുദ്ധിയെക്കുറിച്ചാണ് നമുക്ക് പാഠത്ത് മനസ്സിലാക്കാനുള്ളത്. ഏതൊക്കെ തരം ശുദ്ധികളാണ് എന്നൊക്കെ നമുക്കതിൽ മനസ്സിലാക്കാം. പാഠം വായിക്കാം. ഹൃദയശുദ്ധി, വചനശുദ്ധി, കർമ്മശുദ്ധി, പരിസര ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ശരീരശുദ്ധി എന്നിങ്ങനെ ശുദ്ധികൾ പലതരമുണ്ട്. ഏതൊക്കെയാണ്? ഹൃദയശുദ്ധി, വചനശുദ്ധി, കർമ്മശുദ്ധി, പരിസര ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ശരീരശുദ്ധി എന്നിങ്ങനെ ശുദ്ധികൾ പലതരമുണ്ട്. ഹൃദയം ശുദ്ധമായിരിക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ, വചനങ്ങൾ അതൊക്കെ ശുദ്ധമായിരിക്കണം. കർമ്മം, ചെയ്യുന്ന പ്രവൃത്തികൾ, പിന്നെ പരിസരം, പിന്നെ സാമ്പത്തികം, നമ്മളെ സമ്പത്തും ശുദ്ധിയുള്ളതായിരിക്കണം. ഹറാമ് രീതിയിൽ സമ്പാദിച്ചതാവരുത്, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ശരീരവും ശുദ്ധിയുള്ളതായിരിക്കണം. അങ്ങനത്തെ ശുദ്ധികൾ പലതരമുണ്ട്. ശരീരത്തെയും വസ്ത്രത്തെയും നജസും മാലിന്യവുമാക്കാതെ സൂക്ഷിക്കൽ, മിസ്വാക്ക് ചെയ്യൽ, ഉളൂ, കുളി, ഇസ്തിൻജാ തുടങ്ങിയവ ശരീരശുദ്ധിയുടെ ഭാഗമാണ്. അപ്പം നമ്മൾ ശരീരത്തിൻ്റെ ശുദ്ധീകരണത്തിന് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ ഇവിടെ പറഞ്ഞത്. വസ്ത്രവും ശരീരവും നജസും മാലിന്യവും ആക്കാതെ സൂക്ഷിക്കുക, പിന്നെ മിസ്വാക്ക് ചെയ്യൽ, ഉളൂ ചെയ്യൽ, കുളിക്കൽ, ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ കഴുകുന്നതിനാണ് ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ ശൗചം ചെയ്യൽ. അതൊക്കെ ശരീര ശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിസ്വാക്ക് ചെയ്യൽ വായയുടെ ശുദ്ധീകരണവും റബ്ബിൻ്റെ തൃപ്തി നേടിത്തരുന്ന കാര്യവുമാണ്. റബ്ബിൻ്റെ തൃപ്തി നേടിത്തരുന്ന ഒരു കാര്യമാണ് എന്ത്? ചോദ്യം വരാറുണ്ട്. എന്താണ്? മിസ്വാക്ക് ചെയ്യൽ. മിസ്വാക്ക് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നത് മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. മിസ്വാക്ക് ചെയ്ത് 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ത്? മിസ്വാക്ക് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നത്. മനസ്സിലാക്കാം. മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത്. മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ചോദ്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്താൽ, മിസ്വാക്ക് ചെയ്യൽ വായയുടെ ശുദ്ധീകരണവും റബ്ബിൻ്റെ തൃപ്തി നേടിത്തരുന്ന കാര്യവുമാണ്. മിസ്വാക്ക് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നത് മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഉളൂ, നിസ്കാരം, തവാഫ്, ദിക്ർ, ഖുർആൻ പാരായണം, ഇൽമ് പഠിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെ? ഉളൂ, നിസ്കാരം, തവാഫ്, ദിക്ർ, ഖുർആൻ പാരായണം, ഇൽമ് പഠിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്. അതുപോലെ ഉറങ്ങാൻ പോകുമ്പോഴും ഉണരുമ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷവും മരണാസന്ന സമയത്തും വായിലെ ദുർഗന്ധം നീക്കാനും മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള സമയം എപ്പോൾ? മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് എപ്പോഴെല്ലാം? മനസ്സിലാക്കുക. എപ്പോഴൊക്കെയാണ്? ഉറങ്ങാൻ പോകുമ്പോഴും ഉണർന്നയുടനെയും ഭക്ഷണം കഴിച്ചതിന് ശേഷവും മരണാസന്ന സമയത്തും വായിലെ ദുർഗന്ധം നീക്കാൻ മിസ്വാക്ക് ചെയ്യൽ പ്രത്യേക സുന്നത്തുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കട്ടോ. പിന്നെ അറാക്കിൻ്റെ കമ്പാണ് മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമം. മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമം എന്താണ്? അറാക്കിൻ്റെ കമ്പാണ്. ഒരു
മരമാണ്, അറാക്ക് മരം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കമ്പ്, അതാണ് മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമം. സ്വന്തം വിരൽ കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ സുന്നത്ത് ലഭിക്കില്ല. വിരൽ കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ ഈ സുന്നത്തുകളൊന്നും ലഭിക്കില്ല. ആദ്യം വലതു ഭാഗത്തെ മുകളിലെയും താഴെയുമുള്ള പല്ലുകൾ ഉള്ളും പുറവും മിസ്വാക്ക് ചെയ്യണം. അപ്രകാരം ഇടതുഭാഗവും ചെയ്യണം. നോമ്പുള്ളവൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. മിസ്വാക്ക് ചെയ്യേണ്ട രൂപം എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്? ആദ്യം വലതു ഭാഗത്തെ മുകളിലെയും താഴെയുമുള്ള പല്ലുകൾ ഉള്ളും പുറവും മിസ്വാക്ക് ചെയ്യണം. അപ്രകാരം ഇടതുഭാഗവും ചെയ്യണം. ആദ്യം വലതു ഭാഗത്തും പിന്നെ ഇടതുഭാഗത്തും, അങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ആര്? നോമ്പുള്ളവൻ. മനസ്സിലാക്കുക. ഉളൂഉം കുളിയും ആന്തരികവും ബാഹ്യവുമായ ശരീര ശുദ്ധീകരണമാണ്. ആന്തരികവും ബാഹ്യവുമായ ശരീര ശുദ്ധീകരണമാണ് എന്ത്? ഉളൂഉം കുളിയും. മനസ്സിലാക്കട്ടാ. ഉളൂ ഇല്ലാത്ത അവസ്ഥക്ക് ഹദസുൻ അസ്അർ എന്ന് പറയുന്നു. ഉളൂ ഇല്ലാത്ത അവസ്ഥക്ക് ഹദസുൻ അസ്അർ എന്ന് പറയുന്നു. ഉളൂ ചെയ്യുന്നവൻ്റെ പാപങ്ങൾ വെള്ളത്തോടൊപ്പം പുറത്തു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമുഅയുടെ ഖുതുബ, മുസ്ഹഫ് തൊടുക, എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉളൂ ചെയ്യൽ നിർബന്ധമാണ്. ഹദസുൻ അസ്അർ എന്താണ്? ഉളൂ ഇല്ലാത്ത അവസ്ഥക്കാണ് ഹദസുൻ അസ്അർ എന്നത്. ഉളൂ ചെയ്യുന്നവൻ്റെ പാപങ്ങൾ വെള്ളത്തോടൊപ്പം പുറത്തു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമുഅയുടെ ഖുതുബ, മുസ്ഹഫ് തൊടുക, എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉളൂ ചെയ്യൽ നിർബന്ധമാണ്. അപ്പം ഉളൂ ചെയ്യൽ നിർബന്ധമുള്ള സന്ദർഭങ്ങളാണ് പറഞ്ഞത്. മനസ്സിലാക്കുക. മാച്ച് ചെയ്യാനൊക്കെ വരും. തവാഫ് ചെയ്യാൻ, സുജൂദ് ചെയ്യാൻ, ജുമുഅയുടെ ഖുതുബ നിർവഹിക്കാൻ, മുസ്ഹഫ് തൊടാൻ, എടുക്കാനൊക്കെ ഉളൂ ചെയ്യൽ നിർബന്ധമാണ്. ഖുർആൻ പാരായണം ചെയ്യുക, അറിവ് പഠിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, അദാന്, ഇക്കാമത്ത് തുടങ്ങിയവ നിർവഹിക്കുക, ഇറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉളൂ ചെയ്യൽ സുന്നത്താണ്. നേരത്തെ ഉളൂ ചെയ്യൽ നിർബന്ധമുള്ള കാര്യങ്ങളാണ്. ഉളൂ ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങളാണ്. ഖുർആൻ പാരായണം ചെയ്യുക, അറിവ് പഠിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, അദാൻ, ഇക്കാമത്ത് തുടങ്ങിയവ നിർവഹിക്കുക, ഉറങ്ങുക. ഈ കാര്യങ്ങൾക്കൊക്കെ മുമ്പ് ഉളൂ ചെയ്യൽ എന്താണ്? സുന്നത്താണ്. മുമ്പ് ഉളൂ ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങളിൽ നിന്ന് 2 എഴുതുക എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇനി ജനാബത്ത്, ഹൈള്, നിഫാസ്, പ്രസവം തുടങ്ങിയ കാര്യങ്ങൾ അവസാനിച്ചാൽ കുളിക്കൽ നിർബന്ധമാണ്. കുളിക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ ജനാബത്ത്, ഹൈള്, നിഫാസ്, പ്രസവം തുടങ്ങിയ കാര്യങ്ങൾ അവസാനിച്ചാൽ കുളിക്കൽ നിർബന്ധമാണ്. മേൽ പറഞ്ഞ കാര്യങ്ങളുള്ള അവസ്ഥയെ ഹദസുൻ അക്ബർ എന്ന് പറയുന്നു. അപ്പോൾ വലിയ അശുദ്ധി, കുളി നിർബന്ധമുള്ള അവസ്ഥ, അതിനാണ് ഹദസുൻ അക്ബർ എന്ന് പറയുന്നു. അതായത് ഉളൂ ഇല്ലാത്ത അവസ്ഥക്ക് ഹദസുൽ അസ്അർ, കുളിക്കേണ്ട അവസ്ഥക്ക് ഹദസുൻ അക്ബർ. മനസ്സിലാക്കുക. ഹദസുൻ അക്ബർ ഉള്ള സമയത്ത് നിസ്കാരം, തവാഫ്, സുജൂദ്, മുസ്ഹഫ് തൊടുക, എടുക്കുക, ഖുർആൻ ഓതുക, മസ്ജിദിൽ താമസിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഹറാമാണ്. ഹദസുൽ അക്ബർ ഉള്ളപ്പോൾ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് 2 എഴുതുക. 2 കാര്യങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എഴുതാം നമുക്ക്? തവാഫ്, സുജൂദ്, മുസ്ഹഫ് തൊടുക, എടുക്കുക, ഖുർആൻ ഓതുക, മസ്ജിദിൽ താമസിക്കുക, അതൊന്നും പാടില്ല. അതൊക്കെ ഹറാമാണ്. അതുപോലെ ജനാബത്തുള്ളവൻ ജുമുഅയുടെ ഖുതുബ നിർവഹിക്കലും ഹറാമാണ്. ജനാബത്തുള്ളവൻ ജുമുഅയുടെ ഖുതുബ നിർവഹിക്കലും ഹറാമാണ്. മനസ്സിലാക്കുക. ജുമുഅ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, ഇഅ്തികാഫ്, അദാൻ, മക്ക, മദീന ഹറമുകളിൽ പ്രവേശിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, നല്ല സദസ്സുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ്. കുളിക്കൽ സുന്നത്തുള്ള സന്ദർഭങ്ങൾ: ജുമുഅ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, ഇഅ്തികാഫ്, അദാൻ,
മക്ക മദീന ഹറമുകളിൽ പ്രവേശിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, നല്ല സദസ്സുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കുളിക്കൽ സുന്നത്താണ്. മനസ്സിലാക്കുക. കുളി നിർബന്ധമുള്ള അവസ്ഥയും കുളിക്കൽ സുന്നത്തുള്ള അവസ്ഥയും, ഉളൂ നിർബന്ധമുള്ള അവസ്ഥയും ഉളൂ ചെയ്യൽ സുന്നത്തുള്ള അവസ്ഥയും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഇത്രയാണ് ഈ പാഠത്തിൽ. അപ്പോൾ അതിൽ ഹദസുൻ അസ്അർ, ഹദസുൻ അക്ബർ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഇംഗ്ലീഷ് മീനിങ് ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. ആദ്യം ശരിയായ ഉത്തരം ടിക്ക് ചെയ്യാനാണ്. എന്താണ്? നോമ്പുള്ളവൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ എന്താണ്? വിധി എന്താണ്? കറാഹത്താണ്. അപ്പോൾ നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തതാ, മുസ്ഹഫ് തൊടാൻ വേണ്ടി ഉളൂ ചെയ്യൽ. മുസ്ഹഫ് തൊടാൻ വേണ്ടി ഉളൂ ചെയ്യൽ എന്താണ്? വാജിബാണ്. അവിടെ നിർബന്ധമാണ്. മുസ്ഹഫ് തൊടാൻ വേണ്ടിയിട്ട് ഉളൂ ചെയ്യൽ വാജിബാണ്. എന്നാൽ മുസ്ഹഫ് പാരായണം ചെയ്യാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ ഉളൂ ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? മുമ്പ് ഉളൂ ചെയ്യൽ സുന്നത്താണ്. മുമ്പ് ഉളൂ ചെയ്യൽ സുന്നത്താണ്. എന്തിനാണ്? ഇവിടെ ഖബർ സിയാറത്ത് ചെയ്യാനാണ് മുമ്പ് ഉളൂ ചെയ്യൽ സുന്നത്തുള്ളത്. അടുത്തത് എന്താണ്? മുമ്പ് കുളിക്കൽ സുന്നത്താണ്. എന്താണ്? പെരുന്നാൾ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, ജുമുഅ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എഴുത്തിക്കാഫ്, അദാന് ഒക്കെ. അപ്പോൾ ഇവിടെ പെരുന്നാൾ നിസ്കാരമാണ്. നമുക്ക് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ വസ്തു ഏത്? ഏറ്റവും ഉത്തമമായ വസ്തു അറാക്കാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം 7ാം ക്ലാസ് പഠിച്ചൊരു വിദ്യാർത്ഥിയുടെ ബുക്കാണ്. അപ്പോൾ അവരെഴുതിയതാണ് ഇതിലുള്ളത്. അപ്പം ഇനി ക്ലിയർ ഇല്ല, എഴുത്ത് കാണുന്നില്ല എന്നൊന്നും ആരും കമൻറ്റ് ചെയ്യണ്ട. ഞാനതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇതൊക്കെ പാഠഭാഗം വായിക്കുമ്പം തന്നെ പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് പറയുന്നുണ്ട് അറാക്ക് എന്നത്. അപ്പോൾ അത് പാഠഭാഗം നോക്കിയിട്ട് മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഉളൂ ചെയ്തവനിൽ നിന്ന് വെള്ളത്തോടൊപ്പം പുറത്തു പോകും എന്ത്? എന്താണ് പോവുക? പാപങ്ങൾ. വെള്ളത്തോടൊപ്പം പാപങ്ങൾ പുറത്തു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കുക. അടുത്ത 3, ഉളൂ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരെന്ത്? ഉളൂ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേരാണ് ഹദസുൻ അസ്അർ എന്നാണ് ഉളൂ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്നത്. അടുത്തതാ, ജനാബത്തുള്ള അവസ്ഥക്ക് എന്ത് പറയുന്നു? ജനാബത്തുള്ള അവസ്ഥക്ക് ഹദസുൻ അക്ബർ, ഹദസുൻ അക്ബർ എന്ന് പറയും. മനസ്സിലാക്കുക. അടുത്ത, ഹദസുൻ അക്ബർ ഉള്ളവൻ ഖുർആൻ ഓതുന്നതിൻ്റെ വിധി എന്ത്? അതായത് കുളി നിർബന്ധമുള്ളവർ ഖുർആൻ ഓതുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. കുളി നിർബന്ധമുള്ളവർ ഖുർആൻ ഓതുന്നതിൻ്റെ വിധി ഹറാമാണ്. അടുത്തതാ, മദീനയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സുന്നത്താണ് എന്ത്? കുളി സുന്നത്താണ്. പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. മനസ്സിലാക്കുക. അടുത്തെന്താണ്? നക്തുബുൽ ഫിക്ർ, ഗണ്ണിക എഴുതാനാണ്. മിസ്വാക്ക് ചെയ്യൽ, മിസ്വാക്ക് ചെയ്യലിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ അടയാളപ്പെടുത്തി എഴുതാം. അറാക്കിൻ്റെ കമ്പാണ് മിസ്വാക്ക് ചെയ്യാൻ ഏറ്റവും ഉത്തമം. സ്വന്തം വിരൽ കൊണ്ട് മിസ്വാക്ക് ചെയ്താൽ സുന്നത്ത് ലഭിക്കില്ല. ആദ്യം വലതുഭാഗത്തെ മുകളിലെയും താഴെയുമുള്ള പല്ലുകൾ ഉള്ളും പുറവും മിസ്വാക്ക് ചെയ്യണം. അപ്രകാരം ഇടതുഭാഗവും ചെയ്യണം. നോമ്പുള്ളവൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. കൂടതും ചേർക്കാം. മിസ്വാക്ക് ചെയ്യൽ വായയുടെ ശുദ്ധീകരണം റബ്ബിൻ്റെ തൃപ്തി നേടിത്തരുന്ന കാര്യവുമാണ്. മിസ്വാക്ക് ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുന്നത് മിസ്വാക്ക് ചെയ്യാതെ 70 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ടൊരു ഗണ്ണിക എഴുതുക. അടുത്തതെന്താണ്? വചനശുദ്ധി. വചനശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? നമ്മൾ വാക്കിൽ ശുദ്ധി വേണം. അതായത് നല്ലത് മാത്രമേ പറയാവൂ. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ നമ്മൾ വാക്കിൽ നിന്നുണ്ടാവരുത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഒരു പാരഗ്രാഫ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പലതരം ശുദ്ധീകരണങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് എന്ത്? വചനശുദ്ധി. നാം ആരെയും വേദനിപ്പിക്കരുത്. ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്. നമ്മുടെ സംസാരം മൂലം മറ്റുള്ളവർക്ക് വിഷമങ്ങൾ ഉണ്ടാവാൻ ഇടവരരുത്. നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. സംസാരിക്കുമ്പോൾ എപ്പോഴും സൂക്ഷ്മത പുലർത്തുക. ഇങ്ങനെയൊക്കെ ചേർത്തിട്ട് നമുക്ക് വചനശുദ്ധിയെ കുറിച്ചിട്ട് എഴുതാം. അടുത്ത ഹൃദയശുദ്ധിയാണ്. എന്താണ് ഹൃദയശുദ്ധി? ശുദ്ധീകരണങ്ങളിൽ പെട്ട ഒന്നാണ് ഹൃദയശുദ്ധി. ഹൃദയം ശുദ്ധിയുണ്ടെങ്കിൽ നമ്മെ എല്ലാവരും ഇഷ്ടപ്പെടും.
ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം. ഈബത്ത്, നമീമത്ത്, പരദൂഷണം എന്നിവ നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെടുത്തും. ഈബത്ത്, നമീമത്ത്, പരദൂഷണം എന്നിവ നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെടുത്തും. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ അള്ളാഹുവും റസൂലും നമ്മെ ഇഷ്ടപ്പെടും. ഹൃദയം ശുദ്ധമായവർക്ക് നന്മകൾ ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഹൃദയശുദ്ധിയെക്കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. തഹസീസ് എന്താ വരുന്നത്? ഈ പാഠത്തിൽ നിന്ന് 7 ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവയുടെ ഉത്തരം എഴുതാനാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വായിക്കുമ്പോൾ, പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ പാഠഭാഗത്തിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതുക. ശുദ്ധീകരണം ഏതെല്ലാം വിധം അത് എഴുതാം. പിന്നെന്താണ്? ശരീര ശുദ്ധീകരണത്തിന് നാം സ്വീകരിക്കണം എന്തൊക്കെ, ശരീര ശുദ്ധീകരണത്തിന് നാം ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് അത് എഴുതാം. പിന്നെന്താണ്? മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് എപ്പോഴൊക്കെ, മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് എപ്പോൾ. പിന്നെ ഇവിടെ നമ്മൾ വേറെ ചോദ്യം എഴുതിയിട്ടുണ്ട്. പിന്നെന്താണ്? ഹദസു അസ്അർ എന്നാൽ എന്ത്? അതുപോലെ ഉളൂ നിർബന്ധമുള്ള അവസ്ഥകൾ ഏതൊക്കെ, ഉളൂ ചെയ്യൽ സുന്നത്തുള്ള അവസ്ഥകൾ ഏതൊക്കെ, അതുപോലെ ഹദസു അക്ബർ എന്നാൽ എന്ത്, കുളി നിർബന്ധമുള്ള അവസ്ഥകൾ ഏതൊക്കെ, കുളി സുന്നത്തുള്ള അവസ്ഥകൾ ഏതൊക്കെ, അതൊക്കെ നമുക്ക് ചോദ്യമായിട്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കി എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാഠഭാഗം വായിക്കുന്നതിൻ്റെ കൂടെ പറയുന്നുണ്ട്, മനസ്സിലാക്കുക. പിന്നെ പരിസര ശുദ്ധി എന്ന വിഷയത്തെക്കുറിച്ചിട്ട് ഉപന്യാസം തയ്യാറാക്കാനാണ്. പരിസര ശുദ്ധിയെക്കുറിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? നാം താമസിക്കുന്ന ചുറ്റുപാട് ആണ് നമ്മുടെ പരിസരം. അത് എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. വീട്, പരിസരം, വഴി, പൊതു ഇടങ്ങൾ, ഇതൊക്കെ എപ്പോഴും നാം ശുദ്ധമാക്കണം. നാം ശുദ്ധിയായി സൂക്ഷിക്കണം. ശുദ്ധിയുള്ളവരെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടും. ശുദ്ധി ഈമാനിൻ്റെ പാതിയാണ്. പുഴകളും തോടുകളും എല്ലാം സംരക്ഷിക്കണം. പ്രകൃതിയുടെ സംരക്ഷണമാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് ശ്വസിക്കാനുള്ള വായു, നല്ല വെള്ളം ഒക്കെ ലഭിക്കണമെങ്കിൽ നമ്മൾ പരിസരം ശുദ്ധിയായി സൂക്ഷിക്കണം. അപ്പോൾ പരിസര ശുദ്ധീകരണത്തെക്കുറിച്ച് നിങ്ങൾ ക്ലാസ്സിൽ കൂട്ടുകാരെല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക, ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.